ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തോണിയാണ്. നമ്മളൊക്കെ പഴയ കാലത്ത് കുറേ ഉണ്ടാക്കി കളിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ തലമുറകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടു പഠിച്ചോളൂ കേട്ടോ. ആദ്യം നമ്മൾ ഇതിനെ ഈക്വലായിട്ട് മടക്കുന്നു. കണ്ടില്ല, ഈക്വലായിട്ട് മടക്കുന്നു. എന്നിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ള ഭാഗം അടിയിലേക്ക് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും മടക്കണം. കണ്ടോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, മനസ്സിലായില്ലേ? ഇവിടുന്ന് അങ്ങോട്ടും മടക്കി, എന്നിട്ട് അടിയിലത്തെ ഭാഗം മേലേക്ക് മടക്കുന്നു. ഒട്ടിയിട്ട് തന്നെ മടക്കുക കേട്ടോ. അതായത് അതേമാതിരി ഈ സൈഡും ഇങ്ങോട്ട് മടക്കുന്നു. അത് ആ രണ്ട് ഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ദിശയിലേക്കായിട്ട് മടക്കുന്നു. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഇതിനെ നിവർത്തുന്നു. ഇപ്പോൾ ഒരു ഇതുവഴിയില്ലേ, ഒരു ഹോള് കിട്ടിയില്ലേ, അതിങ്ങനെ നമ്മൾ നിവർത്തുന്നു. ഈ ഒരു ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന സാധനം നമ്മൾ ഇങ്ങോട്ട് ഉള്ളതാക്കി, മറ്റത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അത് നമ്മൾ ഇങ്ങനെ ആക്കി. ഓക്കെ, വീണ്ടും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മടക്കുന്നു. ഇവിടുന്ന് ഈ കോർണറിലേക്ക് മടക്കുന്നു. അതേപോലെ തന്നെ തിരിച്ച് ഇവിടുന്ന് ഓപ്പോസിറ്റ്. ഓക്കെ, അതിനുശേഷം വീണ്ടും ഒരു മടക്കാം. നമ്മൾ എത്ര മടക്കുന്നോ അതിനനുസരിച്ചിട്ട് തോണിയുടെ വലിപ്പത്തിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പം ഇഞ്ഞൊരെണ്ണോടി മടങ്ങി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു വട്ടോടി മടക്കാം, അല്ലെങ്കിൽ മടക്കാതിരിക്കാം. അപ്പം ഞാൻ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ചെറുതാക്കിയിട്ട് മടക്കിയത്. അപ്പം അതിനൊരു ആകൃതിയിലൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മടക്കിയില്ലേ, അത് നിവർത്തി പിടിച്ചിട്ട് ഈ രണ്ട് തലകൾ ഇങ്ങനെ വലിക്കണം. അപ്പം എന്തായി? നമ്മുടെ തോണിയായി. ഇതിനെ വേണമെങ്കിൽ ഇനി വീണ്ടും ചെറുതാക്കാന്ന് പറഞ്ഞില്ലേ, ഈ സെയിം തന്നെ നമ്മൾ വീണ്ടും അങ്ങനെ വെച്ചിട്ട് വീണ്ടും മടക്കി അതുപോലെ വീണ്ടും തിരിച്ച് പിടിച്ച് ഒരു മടക്കും കൂടി മടക്കി കഴിഞ്ഞാൽ തോണി ചെറുതാവും. കുട്ടിത്തോണി. എങ്ങനെയുണ്ട്? പഠിച്ചോ എല്ലാവരും? ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണണമെങ്കിൽ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇനിയും വരും ഇതിൽ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോളും. പഴയ കാലത്ത് നമ്മൾ എന്താ പറയുക, മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം കുലിച്ച് പോകില്ല, ആ വെള്ളത്തിലിട്ടിട്ടാണ് നമ്മളിങ്ങനെ ഇത് കളിച്ചേർന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ബക്കറ്റിലിട്ട് കാണിക്കുന്നു.